കൂട്ടുകാരൻ്റെ വീട്ടിലെ കല്യാണം. കൂട്ടുകാരെ കൂടി പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. അനുവന്തിയാ ആരാ ഇത് ഞങ്ങളുടെ റിട്ടയർ ക്രിക്കറ്റ് പ്ലെയർ. ഉടനെ തന്നെ രാജിവെച്ച് കളി നിർത്താൻ പോകുന്ന ഐക്കൺ പ്ലെയർ എന്തിനാ വന്നു എനിക്ക് സംശയമുണ്ട്. അല്ല ഐക്കൺ പ്ലെയർ ഒന്നും ചെയ്യാറില്ല, ഐക്കണായിട്ട് വരാറേ ഉള്ളു. ഐക്കൺ വരുന്നത് മാത്രമേ ഉള്ളു. ഒരു മൂഷ നമ്മുടെ കൂടെ കളിക്കാൻ മാത്രം ബാറ്റ് ചെയ്യാറില്ല. മൂഷ ബാറ്റ് ചെയ്യും, ഞങ്ങളുടെ കൂടെ കളിക്കും ബാറ്റ് ചെയ്യുന്നില്ല. മുകേഷിന്റെ പയ്യനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ കൂടെ വന്നു. കാരണം അവന് മനസ്സിലായി ഇവിടുത്തെ ഐക്കൺ പ്ലെയർ ആണെന്ന് മനസ്സിലായി. മുകേഷിന്റെ കൂടെ എന്റെ കൂടെ ചാടി വന്നു. കൊച്ചു ഞാൻ മുട്ടക്കോട് പറഞ്ഞു ചെറുക്കൻ ഐക്കൺ പ്ലെയർ മനസ്സിലായെന്ന് പറഞ്ഞു. എങ്ങോട്ടുണ്ടോ കോണി കണ്ണപ്പ? ബ്ലാക്ക് കൊള്ളത്തില്ല, നിനക്കറിയാമേ? ബ്ലാക്ക് കൊള്ളത്തില്ലടാ, ഗ്രേ ആണോ? അടിക്കട്ടെ എങ്ങനെ കൂട്ടണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. കൊളാവും പോയി. നമ്മളൊക്കെ പണി അറിയാൻ മേലാത്ത പണിക്കാരാണ് ഇവിടുത്തെ. കൂട്ടുകാരൻ്റെ കല്യാണം ആയതുകൊണ്ട് പണിയെടുക്കുന്നത് മാത്രം. പ്രൊഫഷണൽ പണിക്കാർ കുറച്ച് പേരുണ്ട്, അവരെത്ര സെപ്പറേറ്റ് ആയിട്ട് പണിയെടുക്കുന്നു. നമ്മളതിൻ്റെ കൂടെ സഹായിക്കുന്നു. എന്താണെന്ന് അറിയില്ല. ഏകദേശം പുട്ട് റെഡിയാണെന്ന് തോന്നുന്നു. അങ്ങനെ പുട്ടിയൊക്കെ കൂട്ടി കൊളായോന്ന് അറിയുന്നില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. കൂട്ടാൻ്റെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ചെയ്യുന്ന. അമ്പലയിൽ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്നാണ് ഹന്തി പറഞ്ഞത്. അല്ല വിശ്വാസം ഇല്ല, ഞാനാണ് ഇവിടുത്തെ മെയിൻ ആള്. ഞാനത് മുക്കി കൊടുത്തില്ല, അമ്പളിക്ക് പണി നടക്കില്ല പറഞ്ഞ. അല്ല അത് ഇതാദ്യത്തെ ദിവസം പ്രൈമറി അടിയാ, അത് കഴിഞ്ഞല്ലോ. ഇവിടെ വന്നൊന്നും ആഗ്രഹമില്ലാതില്ല, കൊച്ചിന് പരിചയം പരിഗണിക്കുകയല്ലോ, എല്ലാം കൊണ്ട് നല്ല സമയം. അങ്ങനെയൊക്കെ നാളെ ഓടിച്ചാടാ, നാളെ ഓടിച്ചാ, നാളെ തെറി വെക്കണം. ആ നിങ്ങളുടെ ഇതിന്റെ പുനന്റെ മോൻ ഇത്രയും ദിവസം മാറ്റി വെച്ച് നാളെ കുത്തി തീരുവല്ലേ, മാർച്ച് തീരുവല്ലേ, ഫിനാൻഷ്യൽ ഇയർ തീരുവല്ലേ, എല്ലാം കൂടി കൊണ്ട് വെച്ചേക്കല്ലേ. എനിക്കാണ് കണക്ക് ക്ലോസ് ചെയ്യണ്ടേ. ഇവിടെ അടിച്ചാടാ, അവിടെ അടിക്കണം. ഇത് മതിയാടാ, ഞാൻ അടിക്കാൻ ശരിയാണ്. പിന്നെ എനിക്ക് നല്ല പരിചയമൊന്നുമില്ല നിന്നെ പോലെ. ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്ന മൂഷ, ഇതൊന്നും വിഷയമുള്ള കേസാണോ? അവിടെയാണ് വർത്താനം പറഞ്ഞ് അടിച്ചടിച്ച് പോകുന്നുണ്ടോ, അതിന് കുഴപ്പമില്ല.
ഇങ്ങനെ അടിക്കണോ ഇങ്ങനെ അടിക്കണോ അപ്പം അവൻ അമ്പടിച്ചിരിക്കുമോ മനസ്സിൽ അങ്ങനെ എനിക്കും പറയാമെന്നുള്ളൂ. അത് വിഷയമില്ല മോശം, അവിടുന്ന് ആ സൈഡിൽ നിന്ന് ആരും കാണുന്നൊന്നുമില്ല, അടിച്ചു പൂജിക്കും. അവിടെ ഞാൻ അടിച്ചു ജനല് പള്ളി രണ്ടെന്നുണ്ട്. കാപ്പടിക്കണ്ടേ ചക്കാപ്പിക്കണ്ടേ ഞാൻ നോക്കാൻ ചക്കാപ്പിയുടെ ചക്കാപ്പിയുടെ കൂടെ അവിടെ നിന്ന് വേറെ അടിക്കുമായിരുന്നു ആ സൈഡ്. ലൈൻ നീ വിട്ടുപോ കുട ബാക്കി അടിച്ചു തരാത്. എങ്ങാനും നമ്മൾ കയറിയിട്ട് ഞാൻ ഭിത്തിയിലെങ്ങാനും കയറും പിന്നെ വയസ്സടിക്കാൻ പോകണം. ജനല് റിസ്കി പരിപാടിയാ, ഞാൻ ആ പരിപാടി പിടിക്കാതെ. ജനല് ശരിയായില്ല. എന്തൊക്കെ അടിക്കണ്ടേ? അതൊന്നും വിഷയമില്ല, അതൊക്കെ മേളല്ലേ. ബാക്കി പറയല്ലോ പോകണോ? അവരോട് നല്ലോണം പണി വെച്ചിരിക്കണ വേർത്ത സ്വന്തം വീട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കല്യാണ ചെറുക്കൻ. ഏതെങ്കിലും ഒരു സാധനം ഇട്ടോ എനിക്ക് കാണാൻ ഒന്ന് കേറുള്ളൂ. ഉറപ്പാ, അതിനകത്ത് ഒരു മാറ്റമില്ല. അടുത്ത പണിയിലോട്ട് കയറിയിരിക്കുകയാണ്. പേപ്പർ പിടിച്ചോണ്ടിരിക്കുന്നു. ഒരുത്ത സൈഡിൽ നിന്ന് പിടിക്കുന്നുണ്ട്. പേപ്പർ പിടിച്ച് കഴിയുമ്പം ഷാഫിക്ക് പറഞ്ഞു പെയിന്റിംഗ് കോൺട്രാക്ടർമാർ അമ്പിളിയും സുമുത്ത് സംസാരം. നിന്റെ അടിവാ മനസ്സിലാക്കാം. കേട്ടത് പടക്കാതെ ഉണ്ട്. അതിന്റെ തൂണുകളൊന്നും ഇതുണ്ടാവില്ല. ഇതിനകത്തൊന്നും വൈറ്റാണ്. അപ്പം അതിനെ കൊടുത്ത് ചെയ്യാവില്ല. പക്ഷെ ആദ്യം പൂച്ചക്കാർ 30 കിട്ടുന്നു. ഞാൻ ആദ്യം ആരും പറയുന്നു. അല്ല, ഇത് തെളിയാണോ? തെളിയല്ലേ അറിയുന്നുണ്ടോ? തലമൊക്കെ ഇപ്പൊ അനുഭവത്തെ ഇലയെ പോലും വിടാത്ത 2 ചെറുപ്പക്കാര്. നീ അല്ലടാ ഇപ്പൊ ഒന്നും ആദ്യം. ഞാൻ ഇതിനകത്ത് തൊട്ടിട്ടില്ല. ഇതിനകത്ത് ആരാരൊന്നും ഇല്ലല്ലോടാ. അവൻ ഇപ്പഴാ ഇത്ര ഭാര്യ അങ്ങ് തീർത്തത്. തിന്ന് തീർത്തത് അതിനകത്ത് ചപ്പാത്തി വെപ്പുണ്ടോ? അത് തിന്നു. ചപ്പാത്തി ഉണ്ടോ? കണ്ണപ്പം കഴിച്ചോടാ? കഴിഞ്ഞോന്നോ? നീ ഇല മാത്രമേ ഉള്ളു. നീ കഴിച്ചില്ല? ഇത്രയും പേര് വട്ടം കൊടുക്കുന്നത് അറിയാൻ കുഴപ്പമുണ്ടെന്നില്ല. ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല, തീർന്ന്. ഞാൻ ചെയ്യും. നിനക്കും സുമിത്തിനുള്ള സാധനം വാങ്ങിച്ചോണ്ട് പറ. എന്നാലും എന്നോട് ഞാൻ അടിക്കാൻ പോയ സമയം പോയിട്ട് അവന്മാർ അടിക്കാൻ പോയ സമയത്ത് അല്ല ഞങ്ങൾ അടിക്കാൻ പോയ സമയത്ത് തീർന്നോ? ഇന്ന് തീർത്തിട്ട് വീഡിയോ എടുക്കണം. പക്ഷെ വടി വെക്കുന്നിടത്ത് കുട അന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കുറവുമില്ല. അമ്പിളി വിളിക്കാം, അമ്പിളി കിട്ടിയും. എടാ, നിന്നെ കുറ്റം പറയണ്ട. നിന്നെ ഇവിടെ നിന്നെ നിർത്തിക്കൊണ്ട് കുറ്റം പറയാ. കണ്ടിട്ട് നിനക്ക് കണ്ടു തോന്നുന്നതാ. എന്നത് ഇങ്ങ് കേറി നിൽക്കാം. അവിടെ നിന്ന് കാണിയതാ. ഇത് ഏത് പണി അറിയാൻ പണി അറിയാൻ മേലത്തിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ മേലെ. ആ വ്യത്യാസം പറഞ്ഞു. അല്ല, ഇവൻ ആ സ്റ്റിക്കുമായിട്ട് നടക്കണുണ്ടല്ലോ. അവൻ സ്റ്റിക്കുമായിട്ട് നടന്നു മാത്രമേ ഉള്ളൂ. എന്നത് അവനോട് പറഞ്ഞതാ. അവനോട് പറഞ്ഞാൽ മനസ്സിലാൻ വേണ്ടി നീ അവൻ ചെണ്ടെടുത്താ നീ കൊട്ടുവോ? ഇപ്പൊ ഒരു കാര്യം ചെയ്യും. ചെണ്ട വിട്ട്
എനിക്ക് വൈകുന്നേരം കൊട്ടുണ്ട് രണ്ടുപേരെ കുറവുണ്ട്. ഞാനിന്ന് പണിക്കുമായിരുന്നു. പേപ്പർ പിടിച്ചിട്ട് മടുത്തിട്ട് ഇന്ന് പണിക്ക് പോകാൻ. അപ്പടാ സന്ദീപേട്ടൻ മറ്റേ ചുരുക്കൂടി ചോദിച്ചാൽ നീ ഇങ്ങനെ നടന്നോ വീട്ടിലോട്ട് വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. പേപ്പർ പിടിച്ചിട്ട് ഒന്ന് ഒരു ഞാൻ അവളെ ടാക്സി പോകണ്ട എന്താണ് മറ്റേ ഇതൊക്കെ പിടിക്കണം നമുക്ക് സന്തോഷം. നമ്മൾ പിടിക്കണം ഇനി ചെന്ന് അടിച്ചാൽ മതി. ഉണ്ടേ അടുത്ത് എന്നിട്ട് ഈ അതെല്ലാം പിന്നെയും പിടിക്കണം. ഒരു ഉളിന്ന് പറഞ്ഞ സാധനം തിരക്കാത്തില്ല. 2 ഉളി മേടിക്കാന്ന് പറഞ്ഞതാ. നിന്റെ വ്യക്തിയാണ് പ്രത്യേക അവസാനം എടുത്ത് നോക്കുന്നുണ്ട്. അല്ല ലാഭം എങ്ങനെയാ മെറ്റീരിയൽ നിനക്കാണോ? മൂപ്പന്റെ ഒരു കമ്പനി ഇവിടെ ഇതിനകത്ത് ഒരാഴ്ചയായിട്ട് ഒരുത്ത വന്നിട്ട് പറയുക കണ്ണപ്പന പറയാ എന്ത് പണി വിളിച്ചു എനിക്കറിയാം എനിക്കറിയാം നമുക്ക് ചത്ത തോന്നി ഒന്നും പേടിക്കണ്ടാന്ന് പറഞ്ഞു. ഇത് ലാസ്റ്റ് ദിവസം വെള്ളം കൊണ്ട് കൊടുത്തില്ല. നമ്മള് ചത്ത് കിടന്ന് പൊടിയെന്നാ പറഞ്ഞേ. അല്ല ഇല്ലെങ്കിൽ നീ പറയേക്ക് എന്നും വൈകുന്നേരം അല്ല വിളിച്ചാൽ എന്നും വൈകുന്നേരം സന്ധ്യയിൽ എന്നും സന്ധ്യയിൽ വീട്ടിൽ വന്നിട്ട് അതെ ഡയലോഗ് അടിക്കുക എങ്ങനെയാ നാളെ കളി എങ്ങനെയാ കളി ഞാൻ പിടിച്ചിട്ടുണ്ട് സാധനം ഇവന്റെ എന്നും രാവിലെ എന്നും വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഇവൻ സന്ധ്യയിൽ വീട്ടിലുണ്ട്. നാളെ കളിയില്ലേ ഈ ഡീലാ മൊത്തം. ഞാനൊരു കാര്യം എന്നിട്ട് അല്ല അതല്ല ഡയലോഗ്. എന്നിട്ട് ഇവിടുത്തെ പണി തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ട് ആളെയും കണ്ടിട്ടില്ല. എന്നോട് ഇവിടെ വന്നപ്പോ പറഞ്ഞ സുന്തിയേട്ടൻ പറയണ എന്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു പരിപാടി നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കത് ചെയ്യാം, നമുക്ക് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ സുമത്തിയേട്ടനാ എന്റെ മൊത്തം സുമത്തിയേട്ടൻ കഴിഞ്ഞല്ലാതെ വേറെ ഒരു കാര്യത്തിൽ നോക്കിയാൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനോ. എന്നോട് പറഞ്ഞാൽ കുട്ടികളകത്ത് എന്നോട് അതെ എന്നോട് പറഞ്ഞിട്ടത് മനീഷയുടെ പണിയുണ്ട് ഇങ്ങോട്ട് വന്നേ വരും എല്ലാ പണി കൈകാര്യം ചെയ്യുന്നു കൂടെ എന്താ ഞാൻ വന്ന് നോക്കിയിട്ട് മനീഷയും കാണുന്നില്ല എന്റെ വണ്ടിയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല. നാളെ എന്നെ ചെയ്യാൻ വിളിക്കുവോ അത്യാവശ്യം പണിയൊക്കെ ഒതുങ്ങി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് പറ്റത്തില്ല, ക്ലീനിങ് പരിപാടി നടക്കുന്നു. അരണ്ടി അമ്പാടി ശക്തമായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഞാൻ 10 പേര് കാണട്ടെ അരണ്ടി. ഇതൊക്കെ ചുമ്മാ ഇതല്ലേ ആഘോഷിപ്പിൻ ഈ സാധനമൊക്കെ എടുത്ത് വിളി. പിന്നെ എന്നാ എല്ലായിടത്തും വിളി കിട്ടും. ഇങ്ങൂടെ സെറ്റാടാ എൻ്റെ മോനെ. ഈ മുറിയിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണി ഒതുങ്ങി മുറി സെറ്റായിട്ടുണ്ട്. പിന്നെ ഹാളും മുറികളും കൂടി നമുക്ക് ക്ലീനാൽ മതി. ഇതിലേക്കൊന്ന് അവസാനം എന്നാലും റോഡ് കിട്ടുന്നെങ്കിൽ ആചാരണ അത് വേണം. ഞങ്ങളെ കൊണ്ട് പറ്റും അമ്പാടിയാന്ന് നടക്കി നടക്കുമല്ലാത്ത കാര്യം നമ്മൾ അംഗീകരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല. അത് സുഹൃത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മണിക്കൂറോട്ടുള്ള ആ സുഹൃത്തിന്റെ ആചാരം. എത്ര പേര് ആചാരന്മാരാ? അവന്റെ ആചാരം എനിക്ക് താല്പര്യമില്ലാത്തോണ്ടോ. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ
ഇവൻ അപ്പക്സ് വേണം ഇവനെ കിട്ടില്ല അതേ സാധനം പറഞ്ഞിട്ടുണ്ടോന്ന് ഓക്കെ ഇതിനകത്ത് സാധനം പറഞ്ഞത് വേറെ ഇത് എന്നാ പോയി അതെ അപ്പക്സിന് ഞാൻ പറഞ്ഞില്ല അപ്പക്സിന് ക്വാളിറ്റിയുള്ള സാധനം ഞാൻ അത്ര ഞാൻ അങ്ങനെ അല്ല അപ്പ പറഞ്ഞു പറയാ അതെ ഞാൻ നിങ്ങളോട് ആരോട് അപ്പക്സില്ല അപ്പക്സ് ക്വാളിറ്റിയുള്ള സാധനം പറഞ്ഞിട്ടുള്ളത് ഞാൻ സന്ദര്യായപ്പോ വിളിക്കാം നീ അപ്പക്സ് ആണ് നീ വെള്ളമില്ലേ വെള്ളക്കുപ്പിയില്ലേ ഈ പിടിയൊക്കെ കഴിയണം പിടി അത് കല്യാണം ഡിന്നർ കിട്ടില്ല ഡിന്നർ ഇന്നല്ല ഡിന്നറിന് കൂട്ടാണ് അത് വിറ്റെല്ലാം പൊള്ളി പോയിരിക്കട്ടാ പണിക്ക് കേട്ട അവസാനം ഇരട്ടിപ്പണി ആയത് ഇനി സമയമില്ല. കളിച്ചപ്പോ ഈ വെള്ളം ഒഴിക്കടാ ഗ്രാനൈറ്റ് കുടിച്ച് അതിന്റെ ജൂൺ കില്ലർ വെച്ചില്ല ചേർത്ത് വിട്ടില്ല ഈ വെള്ളം മൊത്തം ഇറങ്ങിയിട്ട് കാലക്കെട്ട് മൊത്തം കൂട്ടിയിട്ട് മൊത്തം പുല്ല് പണിയൊക്കെ കഴിഞ്ഞു. ഇതാണ് വീടിന്റെ ഫൈനൽ ലുക്ക്. വൈകുന്നേരം ഡി ജെ ഉണ്ട്